ഹലോ, മൈ കിച്ചൻ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു വെളുത്തുള്ളി അച്ചാറാണ്. ഒരല്പം പോലും വിനാഗിരി ചേർത്താത്ത ഒരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായ വാളൻപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പത്തിലൊരു വാളൻപുളി എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം അതൊന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉലുവ, അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അതോടൊപ്പം 1.5 ടീസ്പൂൺ കടുക്, അതുകൂടെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഉലുവ നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. പിന്നെ കടുക് ആണെങ്കിൽ ഒരു തരിതരിപ്പോട് കൂടി പൊടിക്കുക, നല്ലതുപോലെ നൈസായിട്ട് പൊടിക്കണ്ട, ഒരു തരിതരിപ്പോട് കൂടി പൊടിച്ചിട്ട് മാറ്റി വെക്കുക. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1/4 ലിറ്റർ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു തവി എണ്ണ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞെടുക്കുക. അതോടൊപ്പം 3 വലിയ പച്ചമുളകും കൂടിയിട്ട് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടെ നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെളുത്തുള്ളി നല്ലതുപോലെ തൊലിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഒരു 300 ഗ്രാം വെളുത്തുള്ളി ഉണ്ടാകും. അതുകൂടെ നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 തണ്ട് കറിവേപ്പില അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കടുകുണ്ടല്ലോ, അത് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ വേണ്ടത് നമ്മൾ മുളക് പൊടിയാണ്. മുളക് പൊടി വന്നിട്ട് കാശ്മീരി ചില്ലി പൗഡർ വന്നിട്ട് 1.5 ടീസ്പൂണും 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഉലുവ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം കായപ്പൊടി അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ പുളി പിഴിഞ്ഞ് വെച്ചില്ലേ, ആ പുളി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി പിഴിഞ്ഞെന്ന് വെച്ചിട്ട് കേടുവരെ ഒന്നും ചെയ്യില്ല. ഒരു 6 മാസമൊക്കെ നമുക്ക് കേട് കൂടാണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ തവിയൊന്നും ഇടാണ്ട് അത്യാവശ്യത്തിന് തവി ഇട്ടതും അത്യാവശ്യം തവി ഇടാത്തൊരു പാത്രത്തിലൊന്നും മാറ്റി വെക്കുക. അപ്പോൾ കേട് കൂടാതെ തന്നെ കുറേ ദിവസം അത് നിൽക്കും കേട്ടോ. പിന്നെ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അച്ച് വെല്ലം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഇട്ടിട്ട് നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അച്ചാർ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.